വന്ദേമാതരം ആലപിക്കുന്നതിൽ പുതിയ നിർദ്ദേശങ്ങളുമായി കേന്ദ്ര സർക്കാർ. സംസ്ഥാന ഗീതം ആദ്യം ആലപിക്കണം, അതിനുശേഷം വന്ദേമാതരവും ദേശീയഗാനവും ക്രമത്തിൽ ആലപിക്കണം. സംസ്ഥാന ഗീതം ഇല്ലെങ്കിൽ ആദ്യം വന്ദേമാതരവും രണ്ടാമത് ദേശീയഗാനവും ആലപിക്കണം. വന്ദേമാതരത്തിന്റെ യഥാർത്ഥ കവിതയിൽ 6 ചരണങ്ങളും പൂർണ്ണമായി ആലപിക്കണമെന്നാണ് പുതിയ നിർദ്ദേശം. ദേശീയഗീതത്തിന്റെ ഔദ്യോഗിക ആലാപന സമയം 3 മിനിറ്റും 10 സെക്കൻഡും ആകണമെന്നും സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം മാർഗനിർദ്ദേശം അറിയിച്ചിരിക്കുകയാണ്. ആദിൽ പാലോടാണ് ചേരുന്നത്. അതിൽ പലയിടങ്ങളിലും വന്ദേമാതരം ആലപിക്കുന്നതിൽ തർക്കം തുടരുന്നുണ്ട്. ഇതിപ്പോൾ ആദ്യ ഭാഗം മാത്രം പോരാ, മുഴുവൻ ചരണങ്ങളും ആലപിക്കണം എന്നതാണോ പറയുന്നത്? ഉറപ്പായും അങ്ങനെയുള്ള വിശദമായൊരു മാർഗനിർദ്ദേശമാണ് കഴിഞ്ഞ ദിവസം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പുറത്തിറക്കിയിരിക്കുന്നത്. ഇത് എല്ലാ സംസ്ഥാനങ്ങൾക്കും അയച്ചു നൽകിയിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ വകുപ്പുകൾക്കും മന്ത്രാലയങ്ങൾക്കും കൈമാറി എന്നാണ് മനസ്സിലാക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തമിഴ്നാട്ടിലും മറ്റ് ചില സംസ്ഥാനങ്ങളിലും സംസ്ഥാന ഗീതമുണ്ട്. പലയിടത്തും അത് വിവാദത്തിൽപ്പെടുകയും ചെയ്യുന്നുണ്ട്. പലപ്പോഴും സംസ്ഥാന ഗീതം എപ്പോൾ ആലപിക്കണമെന്ന ആശയക്കുഴപ്പമുണ്ട്. നേരത്തെ വിജയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങും അനുബന്ധ പരിപാടികളുമായി ബന്ധപ്പെട്ട് സംസ്ഥാന ഗീതത്തിന്റെ സ്ഥാനം പിന്നിലായിപ്പോയി എന്ന് DMK-യുടെയൊക്കെ ആക്ഷേപമുണ്ടായിരുന്നു. ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തിക്കൊണ്ടാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ നിർദ്ദേശങ്ങൾ പുറത്തിറക്കിയിരിക്കുന്നത്. ആദ്യം സംസ്ഥാന ഗീതം തന്നെ ആലപിക്കാം എന്നുള്ളതാണ് പുതിയ മാർഗനിർദ്ദേശത്തിൽ പറയുന്നത്. രണ്ടാമത് ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, സംസ്ഥാന ഗീതം കഴിഞ്ഞാൽ പിന്നീട് വന്ദേമാതരവും ജനഗണമനയുമുണ്ട്. ഇതിൽ ഏതാണ് മുന്നിൽ നിൽക്കേണ്ടത് എന്ന ചോദ്യം, ആശയക്കുഴപ്പം നേരത്തെ മുതൽ ഉണ്ടായിരുന്നു. അതിലും വ്യക്തത വരുത്തുകയാണ്. ആദ്യം വന്ദേമാതരം തന്നെയാണ് ആലപിക്കേണ്ടത്. സംസ്ഥാന ഗീതം കഴിഞ്ഞാൽ വന്ദേമാതരം, അത് കഴിഞ്ഞാൽ ജനഗണമന എന്ന നിലയിലാണ് ഇനി ആലപിക്കേണ്ടത് എന്നുള്ളതാണ് ഇപ്പോൾ വന്നിരിക്കുന്ന പുതിയ നിർദ്ദേശത്തിൽ പറയുന്നത്. ഇനി സംസ്ഥാന ഗീതം ഇല്ലെങ്കിൽ വന്ദേമാതരവും പിന്നീട് ദേശീയ ഗാനവും എന്ന നിലയിൽ ക്രമത്തിൽ ആലപിക്കണം എന്നതാണ്. കൃത്യമായ ഉച്ചാരണം വേണം. ഇതിനായി ഈ കേന്ദ്ര സർക്കാരിന്റെ വെബ്സൈറ്റുകൾ പരിശോധിക്കണം എന്നുകൂടി മാർഗനിർദ്ദേശത്തിൽ പറയുന്നു. ദേശീയ ഗീതത്തിന്റെ ഔദ്യോഗിക ആലാപന സമയം 3 മിനിറ്റും 10 സെക്കൻഡും ആയി നിശ്ചയിച്ചിട്ടുണ്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. മറ്റൊന്ന്, വിനീത പറഞ്ഞതുപോലെ 2 സ്റ്റാൻസ മാത്രം പാടിയാൽ മതി വന്ദേമാതരത്തിൻ്റെത് എന്ന് ചില അഭിപ്രായം നേരത്തെ തന്നെ വന്നിരുന്നതാണ്. മറ്റ് ചരണങ്ങളിലൊക്കെ ചില പ്രശ്നങ്ങളുണ്ട് എന്നതായിരുന്നു പലയിടത്തും ഉയർന്നു വന്ന ആക്ഷേപം. ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തുകയാണ്. വന്ദേമാതരത്തിലെ യഥാർത്ഥ കവിതയിലെ 6 ചരണങ്ങളും പൂർണ്ണമായി ആലപിക്കണമെന്നാണ് പുതിയ മാർഗനിർദ്ദേശത്തിൽ പറയുന്നത്. ഏതായാലും ഇക്കാര്യത്തിൽ പൂർണ്ണമായ വ്യക്തത വരുത്തിക്കൊണ്ട് 12 പേജുള്ള മാർഗനിർദ്ദേശങ്ങളാണ് കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയിരിക്കുന്നത്. ഇത് ഗവർണർമാരുടെ ഓഫീസുകളിലേക്ക്, ലോക് ഭവനുകളിലേക്ക്, ചീഫ് സെക്രട്ടറിമാർക്ക്, കേന്ദ്ര സർക്കാരിന്റെ വിവിധ മന്ത്രാലയങ്ങൾക്കും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം കൈമാറിയിട്ടുണ്ട്. വിനീത, ശരി, ആദിൽ പാലോട് വിശദാംശങ്ങൾ നൽകിയത്.